കളമശ്ശേരി ബോംബ് സ്ഫോടന കേസ് പ്രതി ഡൊമിനിക് മാർട്ടിന്റെ വിദേശ ബന്ധത്തിൽ വീണ്ടും അന്വേഷണം. ഇന്റർപോളിന്റെ സഹായത്തോടെ അന്വേഷണം നടത്താൻ അനുമതി നൽകി ആഭ്യന്തര വകുപ്പ്. ഡൊമിനിക് മാർട്ടിൻ ദുബായിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തിരുന്ന കാലയളവിലെ പ്രവർത്തനങ്ങളാണ് അന്വേഷിക്കുക. പ്രതിക്കെതിരെ ചുമത്തിയിരുന്ന UAPA ഒഴിവാക്കിയിരുന്നു. ഡാനി പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇന്റർപോൾ അടക്കം ഈ വിഷയത്തിൽ ഇന്റർപോളിന്റെ അന്വേഷണം നടത്താൻ അനുമതി നൽകി ആഭ്യന്തര നൽകുന്നതെന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലേക്ക് മാറുകയാണ്. പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്ന UAPA ഒഴിവാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കുറ്റപത്രം, ക്രൈംബ്രാഞ്ച് കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ സമർപ്പിച്ചതാണ്. അന്ന് സമർപ്പിക്കുമ്പോൾ UAPA നിയമം അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. അത് സംസ്ഥാന സർക്കാർ അതിനുള്ള അനുമതി നൽകേണ്ടത്, പക്ഷേ അത് അനുമതി നൽകാത്ത സാഹചര്യത്തിൽ അത് ഒഴിവാക്കുകയും ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചു. ഇപ്പോൾ വിചാരണ അതിൻ്റെ ഒരു നാൾവഴികൾ കാത്തിരിക്കുകയാണ്. 2023 ഒക്ടോബർ 29 ഇവിടെ കളമശ്ശേരി സാമ്പ്ര കൺവെൻഷൻ സെൻറ്ററിൽ ഈ ബോംബ് സ്ഫോടനം നടക്കുന്നത്. 8 പേർ മരണപ്പെടുകയും 50 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 12 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെയാണ് മരണപ്പെട്ടത്. അപ്പോൾ ഇത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. വലിയ അന്വേഷണങ്ങളിലേക്കും എല്ലാം തന്നെ കാര്യം പോവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇതിൽ പ്രതി ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് പ്രതി എന്ന രീതിയിൽ തന്നെയാണ് കുറ്റപത്രം അടക്കം സമർപ്പിക്കപ്പെട്ടതും ഇയാൾ കുറ്റമേൽക്കുകയും എല്ലാം തന്നെ ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഒരു സാഹചര്യങ്ങളെ സംബന്ധിയായ കാര്യങ്ങളിൽ ഇപ്പോഴും ദുരൂഹത നിഴലിക്കുന്നുണ്ട്. കാരണം ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാൾ യൂട്യൂബ് നോക്കി ബോംബ് അതിൻ്റെ സാങ്കേതികവിദ്യ പഠിച്ചു. ഒരു തവണ മാത്രം ചെറിയ രീതിയിൽ അത് പരീക്ഷിച്ച് നോക്കിയിരുന്നു. IED സാങ്കേതികവിദ്യയിലുള്ളതായിരുന്നു ഇത് ബോംബ് നിർമ്മിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അപ്പോഴും നിലനിന്നിരുന്നൊരു സംശയം എന്തായിരുന്നു ഇയാൾക്ക് ഇത് നേടിയെടുക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു, യൂട്യൂബ് നോക്കിയാണോ ഇയാൾ പഠിച്ചത് എന്നതെല്ലാം തന്നെ പറഞ്ഞ് അന്വേഷണങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുമ്പോഴും സംശയത്തിന് ഇട നൽകുന്നത് ഇയാൾ നേരത്തെ ജോലി ചെയ്തിരുന്നത് സൗദിയിലായിരുന്നു. അവിടെ വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. അവിടെ കുറേ കാലം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടങ്ങളിലുണ്ടായിരുന്ന ഇയാളുടെ ഒരു പരിചയവും കാര്യങ്ങളും എന്തായിരുന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളിലാണ് കൂടുതലും അന്വേഷണം നടക്കുന്നത്. നേരത്തെ തന്നെയും അന്വേഷണ സംഘം ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു പ്രാഥമികമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഇയാളുടെ സുഹൃത്തുക്കൾ കാര്യങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലൊരു അന്വേഷണം ഉണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇയാൾ ഒരു സഹായമോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവ സാക്ഷികളുടെ ഇയാൾ വിശ്വാസിയായിരുന്നു. പിന്നീട് അവരുമായി തെറ്റിപ്പിരിയുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർക്കെതിരെയുള്ളൊരു പ്രതികാര നടപടി എന്ന രീതിയിലാണ് താൻ ഈ ബോംബ് സ്ഫോടനം നടത്തിയത് എന്നെല്ലാമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ കൂടിയും ഇത് സംബന്ധിയായ കാര്യങ്ങൾ കുറെ കൂടി അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന നിഗമനത്തിലാണ് ക്രൈംബ്രാഞ്ചുള്ളത്. അതിനുവേണ്ടിയാണ് വിദേശത്ത് അന്വേഷണം നടത്താൻ ഇന്റർപോളിൻ്റെ സഹായം തേടിയിരിക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ആഭ്യന്തര മന്ത്രാലയം അതിനുള്ളൊരു അനുവാദവും കാര്യങ്ങളും എല്ലാം തന്നെ നൽകിയിരിക്കുന്നു എന്നതാണ്. ഇനി അതിൻ്റെ സാങ്കേതികതകൾ മറികടന്നുകൊണ്ട് അതിനുശേഷം ഇപ്പോൾ ഇന്റർപോളിൻ്റെ സഹായത്തിലേക്ക് അടക്കം നീങ്ങുകയും ഇയാളെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. പ്രധാനമായും തന്നെ ഇതിൽ അന്വേഷിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശത്ത് ഇയാൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾ പറഞ്ഞിരിക്കുന്നത് അവിടെയുള്ള ജോലി നോക്കുകയായിരുന്നു. ഒരു അധ്യാപന രീതിയും കാര്യങ്ങളും എല്ലാം തന്നെ നാട്ടിൽ വന്നതിന് ശേഷവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായിരുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിശദാംശങ്ങളിലേക്ക് പോവുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ജോലി ചെയ്ത കാലയളവിൽ ഇയാളുടെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ രീതിയിലേക്ക് ഒരു അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇയാൾ നേരത്തെ പലതവണ പോലീസിനോടും എല്ലാം ക്രൈംബ്രാഞ്ചിനോടും എല്ലാം ആവർത്തിച്ചിരുന്നത് ഇയാളെ ഇത് തനിയെ ഉണ്ടാക്കുകയായിരുന്നു. ഈ ബോംബ് സ്ഫോടനം നടത്തുന്നതിന് വേണ്ടി ഇതിൽ യൂട്യൂബ് നോക്കി പഠിക്കുകയായിരുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണ അർത്ഥത്തിൽ ഇതുവരെയും അന്വേഷണ സംഘം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഇത്തരം കാര്യങ്ങളിലാണ് കൂടുതലായിട്ടും ഒരു അന്വേഷണങ്ങളിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നത്. എന്തായാലും കേരളത്തിൽ വളരെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു അന്ന് 2023 ഒരു ബോംബ് സ്ഫോടനം നമ്മുടെ നാട്ടിൽ നടക്കുക. അതിൽ 8 പേർ കൊല്ലപ്പെടുക, 50ഓളം പേർക്ക് ഗുരുതരമായ രീതിയിൽ തന്നെ പരിക്ക് പറ്റുക, അതെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയും എല്ലാം തന്നെ ചെയ്തതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ കൂടുതലൊരു
വിശദാംശങ്ങളിലേക്ക് പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്റർപോളിനെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. ഈ ക്രൈംബ്രാഞ്ചിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്കറിയാം ഇത്ര വർഷമായുള്ള അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അവർ നടത്തിയ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഈ പറഞ്ഞ കേസിന്റെ ഇയാൾക്കെതിരെ ഉപോത്ബലകമായുള്ള കണ്ടെത്തലുകൾ അത് പ്രധാനമാണല്ലോ. അത് ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡാനി? രഞ്ജിത്ത്, ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് ഇതിൽ അന്വേഷണം നടത്തുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ഇപ്പോൾ വിചാരണ നടപടികൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിയിലാണ് ഈ കേസുള്ളത്. അത്രത്തോളം എത്തിയ ഒരു കേസിനെ കുറച്ചുകൂടി അത് വ്യക്തമാക്കുക, ഇനി മറ്റൊന്നും ഇതിലൊരു സംശയങ്ങളും അവശേഷിക്കുന്നില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. കാരണം ഇത്തരം കാര്യങ്ങൾ ഇനി ഒരുപക്ഷെ വിചാരണ വേളയിൽ ഏതെങ്കിലും രീതിയിൽ അത് ഉപകരിക്കുമെങ്കിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിൽ അത്തരം കാര്യങ്ങൾ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം അത് സഹായകരമാകുമെങ്കിൽ ആ രീതിയിൽ കൂടി മുന്നോട്ട് പോകണമെന്നൊരു ഉദ്ദേശം ക്രൈംബ്രാഞ്ചിന് ഈ കാര്യത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതി കൂടി അവലംബിക്കുക എന്ന രീതിയിലേക്ക് പോകുന്നത്. കാരണം ഈ കേസ് തുടങ്ങിയ നാൾ മുതൽ, ഈ കേസിലെ ഇയാൾ പിടിക്കപ്പെട്ട നാൾ മുതൽ പൊതുവിൽ ഉയരുന്ന സാധാരണക്കാർ പോലും ഉയർത്തുന്ന ഒരു സംശയം എന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഉഗ്രശേഷിയുള്ളൊരു സ്ഫോടക വസ്തു നിർമ്മിക്കാനായിട്ട് അത് സ്വായത്തമാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇത് ആ രീതിയിലേക്ക് നിർമ്മിച്ചെടുക്കുക. അത് മാത്രവുമല്ല, ഇയാളിതൊരു വലിയ രീതിയിലുള്ളൊരു പരീക്ഷണമോ കാര്യങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. ഇവിടെ അങ്കമാലിക്ക് അടുത്ത ആ പ്രദേശത്ത് അയാളുടെ ഒരു വാടക വീടിൻ്റെ മുകളിൽ വെച്ചായിരുന്നു ഇതെല്ലാം തന്നെ ഈ ഘടകങ്ങൾ സംയോജിപ്പിച്ചത് എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോഴും ഇതിൽ പരീക്ഷണം നടത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ചെറിയ രീതിയിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള പരീക്ഷണം നടത്തിയത് യഥാർത്ഥത്തിൽ ആ കൺവെൻഷൻ സെൻ്ററിനകത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോഴും. കാരണം ഇയാൾ പറയുന്നത് അത് അതേപടി തന്നെ വിശ്വസിച്ച് പോകാൻ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കുറ്റപത്രം സമർപ്പിച്ചിട്ട് പോലും അവർക്കതിനെ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യത്തിൽ തന്നെയാണ് അവിടേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക, വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന രീതിയിലാണ് അന്വേഷണ സംഘം ഉള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി അവർ ആ രീതിയിലേക്കുള്ള ഒരു അന്വേഷണത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സംസ്ഥാന സർക്കാരിനോട് ആഭ്യന്തര വകുപ്പ് ഈ രീതിയിലുള്ളൊരു അപേക്ഷ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. അതിനുള്ളൊരു അപേക്ഷയ്ക്ക് അനുമതി ആയിരിക്കുന്നു എന്നതാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. രഞ്ജിത്ത്, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.